2024 പ്ലസ് 1 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കറിയാം, SSLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ നേരത്തെയാണ് SSLCയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്ലസ് 1ൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്നും അതുപോലെ തന്നെ പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് എത്ര വിഷയങ്ങൾ എഴുതാമെന്നും അതുപോലെ റീവാല്യുവേഷനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലസ് 1 എക്സാമിൻ്റെ വാല്യുവേഷൻ പൂർത്തിയായി. റിസൾട്ട് മെയ് അവസാന വാരത്തോടു കൂടി പ്രസിദ്ധീകരിക്കും എന്നാണ് HSS റിപ്പോർട്ടർ പോലെയുള്ള പ്രമുഖ വെബ്സൈറ്റിലൂടെ അറിയാൻ കഴിയുന്നത്. എപ്പോഴും കൃത്യമായ വിവരങ്ങൾ മാത്രമേ ഈ സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ. മെയ് അവസാന വാരത്തോടു കൂടി പ്ലസ് 1ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഈ സൈറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ റീവാല്യുവേഷന് കൊടുക്കാം. റീവാല്യുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് പരിഗണിക്കും, ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക. അതായത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ കിട്ടിയ ആ മാർക്ക് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്ലസ് 1 എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കാണുന്നതെന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട.